മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. രചന വാസിം അക്രം. അവതരണം സാലിം കരുളായി. മാറി നിൽക്കടാ, ഞങ്ങൾക്ക് പോണം. ജാസ്മിൻ പറഞ്ഞ് ജുവലിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അവൻ എന്താ പറഞ്ഞത്? എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതുപോലെ. എടി, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അവൻ ഒന്ന് പറഞ്ഞാൽ 10 പറയുന്നവളായിരുന്നു. എന്നാൽ ഇന്ന് എന്ത് പറ്റി മോളെ നിനക്ക്? എന്താടാ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? ഒന്ന് കുമ്പസരിച്ച് പോകാം, മനസ്സൊന്ന് തണുക്കും. വാ. പള്ളിയിലേക്ക് തിരിഞ്ഞതും തൻ്റെ കൈ ജാസ്മിൻ്റെ കയ്യിൽ പൊതിഞ്ഞു. കണ്ണ് ദയനീയമായി വേണ്ടെന്ന് വിളിച്ചു പറയും പോലെ. എന്താടി, എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ദേ, ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നു. ജാസ്മിൻ പറഞ്ഞു. ഞാൻ തോറ്റു. എൻ്റെ പ്രണയം തോറ്റു. ഒരിക്കലും ഒന്നാകില്ല ജാസ്. എന്നതാ, നീ ആളെ കണ്ടോ? ഈ പള്ളിയിലുണ്ടോ? അത് ആ ജുവൽ പിറകിൽ നിന്ന് നേരത്തെ സ്വരത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞതും ഒന്ന് നോക്കാൻ പോലും ആവാത്ത തല താഴ്ത്തി ചുരിദാറിൻ്റെ ടോപ്പിൽ പിടിമുറുക്കി നിന്നോവൾ. എടി അച്ഛനെന്ന് പറഞ്ഞ് നേരെ നിർത്തി അവൾ ജാസ്മിൻ. പക്ഷേ തന്നിലെ പ്രണയിനിക്ക് താങ്ങാനാകുന്നില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക്. ഹലോ, താൻ എന്നാ പരിചയമില്ലാത്ത പോലെ പോകുന്നേ? അവൻ്റെ വാക്കുകൾ കേട്ടതും മുഖത്ത് ചിരി വരുത്തി നിന്നോവൾ. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമായിരുന്നു. എന്നതാച്ചോ? ജാസ്മിൻ ചോദിച്ചു. അത് നമ്മുടെ ഈ പള്ളിക്ക് സ്വന്തമായൊരു കൊയർ ഗ്രൂപ്പില്ലല്ലോ. ഒരെണ്ണം തുടങ്ങിയാലെന്നൊരു ചിന്ത. എനിക്കാണെങ്കിലേ ഇവിടെ അത്ര പരിചയം പോരാ. അപ്പം മത്തായി ചേട്ടനാ പറഞ്ഞത് ജാസ്മിനും കൂട്ടുകാരും ജുവലും അത്യാവശ്യം പാടുമെന്ന്. പിന്നെ നിങ്ങളറിയുന്ന പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ കൂട്ടിക്കോ, നമുക്ക് അടുത്ത ആഴ്ചയിൽ തന്നെ തുടങ്ങിയേക്കാം. എന്തു പറയുന്നു? അതിനെന്നാച്ചോ, ഞങ്ങൾ റെഡി. ഞാനില്ല, ഞാൻ പോയിക്കോട്ടെ, സമയം പോയി. ആൽബർട്ടിനൊന്നും നോക്ക് പോലും ചെയ്യാതെ പടികൾ ഇറങ്ങിയെന്ന് ജുവൽ. അച്ചോ, ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എനിക്കറിയാവുന്ന വേറെയും കുട്ടികളുണ്ട്, നമുക്ക് തുടങ്ങാച്ചോ. പറഞ്ഞുകൊണ്ട് പടികൾ ഇറങ്ങി പോയവളുടെ പിറകെ ഓടിപ്പോയെന്ന് ജാസ്മിൻ. ഒരു ചിരിയോട് ആൽബർട്ട് തിരിഞ്ഞു നടന്നു. ആ സമയം കുറച്ചകലെ അവരെ നോക്കി നിന്നിരുന്നു ക്രിസ്റ്റി. അപ്പൊ ഇവിടെ പുതിയ അധ്യായം തുടങ്ങുകയായി. അച്ഛൻ്റെ പ്രണയം പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു ക്രിസ്റ്റി. ജുവലിൻ്റെ നെഞ്ചിലെ ചൂട് തന്നിലേക്ക് പടരുന്നതറിഞ്ഞ് ജാസ്മിൻ അവളെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എടി, നീ കരയിലെങ്ങനെ? ഇപ്പം നിന്റെ പ്രണയം നിന്റെ മനസ്സിൽ മാത്രമാണ് ഉള്ളത്. അതിൽ നിനക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. കാരണം നിനക്കറിയില്ലായിരുന്നു ആരാണെന്ന്. അറിയാതെയാ നീ നെഞ്ചിലേറ്റിയത്. അപ്പം തെറ്റില്ല ജുവൽ, അത് നീ മനസ്സിൽ നിന്ന് കളയൂ. എനിക്കാകുന്നില്ല ജാസ്, അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു പോയി. എന്തിനാ ജാസ് കർത്താവ് എന്നോടിങ്ങനെ? എന്താശിച്ചാലും പിരിയില്ല. ജുവലിൻ്റെ മനസ്സിൽ വേറെ ആരും വരില്ല, കഴിയില്ല എനിക്കതിന്. പറഞ്ഞൊരു പാറപ്പുറത്തേക്ക് ഓർന്നിരുന്നു പോയവൾ. നീ ഇങ്ങനെയൊന്നും പറയാതെ, ഒരിക്കലും നടക്കില്ലത്. പുള്ളിയൊരു പുരോഹിതനാണ്. ജുവൽ, ആരെങ്കിലും അറിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നത് നിനക്ക് അറിയോ? ഇനിയിപ്പോൾ ആരും അറിയണ്ട. നിന്റെ എൻ്റെ മനസ്സിൽ കിടന്ന് നീറി പുകയട്ടെ. ജാസ്, അത് ക്രിസ്റ്റി, അവനറിയാം. അത് കേട്ടതും ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചു അവൾ. അവൻ പറഞ്ഞ വാക്കിൻ്റെ പൊരുൾ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. എടി, ക്രിസ്റ്റിക്കെല്ലാം അറിയാവുന്ന പ്രശ്നമാണ്. ആരെങ്കിലും ഇത് അറിഞ്ഞാൽ സത്യം അറിയാൻ ആരും മെനക്കെടില്ല, കല്ലെറിയാനെ ശ്രമിക്കും. ഒന്നും അറിയാത്ത പാവച്ച ക്രൂശിക്കപ്പെടും. ഇത് പ്രശ്നമാകും ജുവലെ. ഒന്നാമത് നമ്മുടെ നാട്ടുകാരാ. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക തീയാളി കത്തിക്കാൻ. ജുവലെ, നമുക്ക് ആ കൊയറിന് പോകണം. നിന്റെ മനസ്സിൽ നിന്നെല്ലാം കളയേ. കുറച്ച് നാൾ കഴിഞ്ഞ് എല്ലാം മറക്കാൻ പറ്റും ജുവൽ. പിന്നെ അവർ അത്ര പെട്ടെന്ന് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കില്ല. ശാന്തമായ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റും. അവളെ ചേർത്ത് പിടിച്ച് ജാസ്മിൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ നെഞ്ചിലെ വിങ്ങല്. വല്യമ്മച്ചിയുടെ കട്ടിലിൻ്റെ അടുത്തായിരുന്ന അവരുടെ കാലിൽ മുഖമമർത്തി അവൾ കണ്ണീര് കൊണ്ട് അവരുടെ പാദം നനച്ചു. പൊന്നേ, കരയാണോ? എന്നാ പറ്റി? ഏയ്, ഒന്നുമില്ല പറഞ്ഞുകൊണ്ട് മുഖമമർത്തി തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു അവൾ. എന്തൊക്കെ വിഷമുണ്ടെങ്കിലും എൻ്റെ പൊന്ന് കരയില്ല. പിന്നെ എന്ത് പറ്റി? പറയേ. ചില ഇഷ്ടം അത് നമുക്ക് കിട്ടില്ല എന്നമ്മേ. ഈ ജുവലൊരു പൊട്ടി. വേദന മുഖത്തിൽ നിന്ന് ഒളിപ്പിച്ച് നിറഞ്ഞു ചിരിച്ചവൾ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് കുളിമുറിയിൽ പോയി കതകടച്ച് പൈപ്പ് തിരിച്ച് ചുവരിലേക്ക് ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു. പാലുമായി സൈക്കിളിൽ പോകുമ്പോൾ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒന്ന് കാണാൻ. തെറ്റാണെങ്കിലും തൻ്റെ മനസ്സ് തുറന്നു പറയാൻ കഴിയില്ലെങ്കിലും ആ മുഖമൊന്ന് കാണാൻ വല്ലാതെ കൊതിച്ചു പോയിരുന്നു. തെറ്റാണ് ജുവൽ, പാപാണ്. അവനൊരു പുരോഹിതനാണ്. ഒരിക്കലും നിൻ്റേതാകില്ല. പക്ഷേ സ്നേഹം തെറ്റാണോ? സ്നേഹിക്കപ്പെടുന്നത് തെറ്റാണോ? അല്ല ജുവൽ, നീ തെറ്റല്ല. എനിക്ക് സ്നേഹിക്കാലോ അറിയാതെ. മനസ്സും ബുദ്ധിയും അവളുടെ ഉള്ളിൽ കിടന്ന് പിടിവലി കൂടിക്കൊണ്ടിരുന്നു.
പുകമഞ്ഞിനെ തുളച്ച് തന്നിലേക്ക് അടുത്ത് വരുന്ന വേട്ടം കണ്ടതും സൈക്കിൾ അറിയാതെ നിർത്തിപ്പോയി. നിറഞ്ഞ ചിരിയോടെ തന്നിലേക്ക് വരുന്നവൻ മാത്രമായിരുന്നു അവളിൽ നിറയെ. അവളുടെ കണ്ണിൽ തൻ്റെ പ്രണയം. അവിടെ തെറ്റോ ശരിയോ ഉണ്ടായിരുന്നില്ല, പ്രണയം മാത്രം, ജുവലിൻ്റെ പ്രണയം. ജുവൽ, താനെന്താ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത്? ഈശോമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രസന്നമായ മുഖത്തോട് അവനത് പറഞ്ഞതും തിരിഞ്ഞു നോക്കാതിരിക്കാനായില്ല അവൾക്ക്. അവൻ്റെ ഓരോ വാക്കിലും പ്രണയമെന്ന നൂലിൽ അവനിലേക്ക് വലിച്ചടിപ്പിക്കും പോലെ കാലുകൾ അറിയാതെ നിശ്ചലമായി അവൾ. ജുവൽ, വരില്ലേ കൊയർന്ന്? കുറച്ച് പിള്ളേരായി, താനും വന്നിട്ടൊന്ന് പാടി നോക്ക്, നമുക്ക് ഉഷാറാക്കാം. എന്നാ പറയുന്നു? പാൻറ്റിൻ്റെ പോക്കറ്റിൽ 2 കയ്യും തിരികെ അവനത് പറയുമ്പോൾ ആ വാക്ക് പോലും പുതിയൊരു ഉണർവ് നൽകും പോലെ അവൾക്ക് തോന്നി. ക്ഷമിക്കണം, ഞാൻ വരില്ല അച്ചോ, എനിക്ക് സമയമില്ല, ഞാൻ പോകുന്നു. ഇനിയും നിന്നാൽ, ആ കണ്ണുകളിൽ നോക്കി നിന്നാൽ മനസ്സിലുള്ളത് പറഞ്ഞു പോകും. അതുകൊണ്ട് മുന്നോട്ട് നടന്നു. ആ ഭാവം മനസ്സിലാവാതെ അവിടെ നിന്നുപോയി ആൽബർട്ട്. പശുവിന് കൊടുക്കാനുള്ള പുല്ല് ചെത്തിക്കൂട്ടി കയറിട്ട് കെട്ടി കുനിഞ്ഞതും വയറിലാരോ ചുറ്റിപ്പിടിച്ച് ഉയർത്തി. അവൾ നിലവിളിക്കാനായി തുടങ്ങിയതും ഒരു കൈ കൊണ്ടുവന്ന് പൊത്തിപ്പിടിച്ച് ചെത്തിയിട്ടിരിക്കുന്ന പേതിയിലേക്ക് അവളെ വലിച്ചിട്ട് കൊണ്ട് തന്നിലേക്ക് അമരാൻ വരുന്നവനെ അറപ്പോടെ നോക്കിക്കൊണ്ട് കൈകുത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. എങ്ങോട്ടാണ് ഈ ഓടിപ്പറഞ്ഞ് പോകുന്നത്? വിട പന്നി, വിടാൻ, ഞാൻ വിളിച്ചു കോവും. അവൻ നേരെ അലറിയവൾ. കോവടേ നീ, വിളിച്ചു കോവ്, നിന്നെ മാറ്റാൻ വരുമോ? ആ അച്ഛൻ വരും നോക്കട്ടെ ഞാൻ. നീ ഒന്നോർത്തോ, നിന്റെ പ്രേമം അതെനിക്ക് മാത്രമേ അറിയൂ. അതെൻ്റെ നെഞ്ചിലിങ്ങനെ വിങ്ങിക്കിടക്കും മോളെന്നോട് സഹകരിച്ച. അല്ലെന്നുണ്ടെങ്കിൽ ഈ നാടും സഭയും എല്ലാം അറിയും. നാറും നീയും ആ പള്ളിയിലച്ഛനും നാറ്റിക്കും ഞാൻ. വെല്ലുവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വെറുപ്പോളം നോക്കിയവനവൾ. നീ ചെന്ന് പറയടാ, കാരണം ആ പാപ ഈ ജുവലേറ്റോളാം. ഇഷ്ടപ്പെടുന്ന ജുവല മനസ്സിൽ കൊണ്ട് നടന്നത് ഞാനാ. ഈ ജുവലിന്റെ ഹൃദയത്തിനൊരു ഉടമയുണ്ടെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെട്ട ആള് മാത്രമാകും. തെറ്റാണെന്ന് അറിയാം, പക്ഷെ അത് തുറന്നു പറയാനും മാപ്പിരക്കാനും എനിക്കൊരു മടിയുമില്ല. അതിന്റെ പേരിൽ നീ എന്നെ തൊട്ടാം, നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകും ഈ ജുവല്, കേട്ടോടാ പട്ടി. പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളിയതും അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിലത്ത് കിടത്തി അവൻ മുട്ടുകുത്തി അവളുടെ എടുപ്പിന് ഇരുവശവും വെച്ച് ഞെക്കിയതും വേദന കൊണ്ട് കണ്ണിറുക്കി അടച്ചു. അവൾ നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാദ്യം ഈ ക്രിസ്റ്റിയായിരിക്കും മോളെ. പറഞ്ഞവൻ ഷർട്ട് ഒരു വലിച്ചെറിഞ്ഞ് അവളുടെ ചുരിദാറിൽ പിടിച്ച് അവൻ വലിച്ചു കീറിയതും കയ്യിൽ കിട്ടിയ അരിവാൾ അവന് നേരെ വീശിയവൾ. ചോര അവളുടെ മുഖത്തേക്ക് തെറിച്ചു. വേദന കൊണ്ട് അവൻ അവരുടെ പിറകോട്ട് തെറിച്ചു വീണ് പോയതും ചാടി എഴുന്നേറ്റവൾ. ആ പിടിവലിയിൽ അവളുടെ മുടി അടിഞ്ഞു വീണിരുന്നു. ആ രൂപത്തിലും ഭാവത്തിലും അവളെ കണ്ടതും അവനൊന്ന് വിറച്ചു പോയിരുന്നു. വീണ്ടും അവന് നേരെ അരിവാൾ ഉയർത്തി താക്കീത് നൽകിയവൾ. ഇനി എൻ്റെ ദേഹത്ത് കൈവച്ച വെട്ടെന്ന് പറഞ്ഞ വെട്ടും ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എനിക്ക്, അതോർത്തോ നീ. പറഞ്ഞുകൊണ്ട് മുഖത്ത് പറ്റിയ ചോര ഷോൾഡറിൽ തുടച്ച് അവൾ അവനെ രൂക്ഷമായി നോക്കി പേതയെടുത്ത് മുന്നോട്ട് നടന്നു. എന്നെ നോവിച്ച നിന്നെ ഞാൻ വെറുതെ വിടലടി, ഓർത്തോ നീ. നിന്നെൻ്റെ കിടപ്പറയിൽ വരുത്തിയിരിക്കും ഞാൻ. എൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നാണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. അതിന് എന്ത് വേണമെന്ന് അറിയടി എനിക്ക്. വേദന കൊണ്ട് കൈപൊത്ത് നിലത്തേക്ക് ഇരുന്നു ക്രിസ്റ്റി. അപ്പോൾ അവൻ്റെ കണ്ണിൽ അവളോടുള്ള പക മാത്രമായിരുന്നു. അവൾ നിലത്തേക്ക് പുല്ലിട്ട് പുൽക്കൂടിനോട് ചേർന്ന് ചുമരോട് ചേർന്നിരുന്നു. വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണീർ കവളിന് തഴകിയിരുന്നു അവളെ. പപ്പാ, മമ്മി, എന്തിനാ എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കി പോയേ? മടുത്തു മമ്മി, എന്നെ രക്ഷിക്കാൻ ആരുമില്ല. മനസ്സുകൊണ്ട് തെറ്റായ ഒരാളെ സ്നേഹിച്ചു, പക്ഷെ മനസ്സിന് പടിയിറക്കി വിടാൻ ആവുന്നില്ലേ ജുവലിന്? തെറ്റാണെന്ന് അറിയില്ല. ജുവലെ, നീ എന്നതിന് ഇവിടെ വന്നിരുന്ന് കരയുന്നത്? പിറകിൽ നിന്നും ജെയ്സന്റെ ശബ്ദം കേട്ടതും മുഖം ടോപ്പിൽ തുടച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. ഫോണ് കയ്യിലിട്ട് കറക്കി തന്നെ നോക്കി നിൽക്കുവാണവൻ. ഞാൻ കരഞ്ഞില്ല, ഇയാൾക്ക് തോന്നിയതാവും. പറഞ്ഞുകൊണ്ട് അവന് മുന്നിലൂടെ നടക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു ജെയ്സൺ. ദേഷ്യത്തോടെ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു അവൾ. എന്നാത്തിനാ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ജീവിച്ച് പൊയ്ക്കോട്ടെ ഞാൻ. അവൻ്റെ നേരെ കണ്ണിൽ കനലും സങ്കടവും സമ്മിശ്രമായി നിറച്ച് പറയുന്നവൾ മനസ്സിലാവാതെ നോക്കി നിന്നു ജെയ്സൺ. ചേട്ടായി പിന്നെയും ദ്രോഹിച്ച നിന്നെ? കൂസലില്ലാതെ ചോദിക്കുന്നവൻ്റെ മുഖത്തേക്ക് ഒരു പകപ്പോടെ നോക്കിയവൾ. ആണെങ്കിൽ എന്നാ, ഇയാൾ എൻ്റെ പ്രശ്നം തീർക്കൂ? എനിക്ക് വേണ്ടി സ്വന്തം ചേട്ടനെ തള്ളി പറയോ? ഇല്ലല്ലോ. അവനെ നോക്കി മുന്നോട്ട് നടന്നതും അവളുടെ മുന്നിൽ കയറി നിന്നു അവൻ. പ്രശ്നം തീർത്താലോ? അവൻ പുരുകമുയർത്തി ചോദിച്ചതും സംശയത്തോടെ അവൾ അവനെ നോക്കി. എന്താ? അല്ല, പ്രശ്നം തീർത്താൽ എനിക്കൊരു സഹായം ചെയ്യുമോന്ന് ചെറിയ ചിരിയോടെ അവൻ ചോദിച്ചു. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്ത് സഹായം?
ചേട്ടൻ ചോദിക്കുന്ന സഹായമാണോ അനിയന് വേണ്ടത്? ആണോ എന്ന് ചോദിച്ചാൽ അതെ. അത് പക്ഷേ നിന്നീന്നല്ല, എനിക്കൊരാളെ ഇഷ്ടമാണ്. അതിൽ നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. എൻ്റെ ചേട്ടായിയാണെന്ന് നോക്കി ഞാൻ ഒരുക്കി തരാം. എന്നാ? താടിയിൽ കൈയിഴത്ത് ചെറിയ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനൊന്ന് കൂർപ്പിച്ച് നോക്കി ജോലി. നീ നിന്റെ പണി നോക്കി പോടച്ചെടുക്ക, നീ എന്നെ സഹായിക്കണ്ട. ഏയ് അങ്ങനെയല്ല, എനിക്ക് നിന്റെ ജാസ്മിനെ വളരെ ഇഷ്ടമാണ്. ചേട്ടായി പോലെ എന്നെ കാണണ്ട. കുറച്ച് മാസമായി, അല്ല വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ട് നടക്കുന്നതാ. നേരിൽ പറയാൻ എന്തോ ഒരു അതാണ്. അവനത് പറഞ്ഞ് മേളിയിൽ കൈകൂത്തി നിന്നു അവനെ നോക്കി. അവളൊരു പാവ. നിങ്ങളെപ്പോലെ വലിയ സമ്പത്തോ സ്വത്തോ കുടുംബമഹിമയോ ഒന്നുമില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. നിന്റെ ഇളക്കം വേറെ ആരോടെങ്കിലും കാണിച്ചാൽ മതി ജയ്സ. അവളത് പറഞ്ഞപ്പോൾ ദയനീയമായി ചിരിച്ചു അവൻ. നോക്ക് ജുവൽ, സത്യമായിട്ട് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. അതൊരു ശരീരത്തോട് തോന്നുന്ന ആർത്തിയോ ഇഷ്ടമോ ഒന്നുമല്ല, ശരിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രിസ്ത്യല്ല ജെയ്സൻ, ആവുകയില്ല. പിന്നെ ഞാൻ നല്ല ഒന്നാന്തരം തൻ്റെ ഇടയിലൊരാണെടുത്ത് നസ്രാണിയ. എന്നാൽ എൻ്റെ സഹായം വേണ്ടി വല്ലെന്ന് അറിയാൻ നിനക്ക്. എന്നാലും വേണമെങ്കിൽ പറഞ്ഞു, ഞാനുണ്ട് കൂടെ എന്തിനും. പിന്നെ സ്വന്തം ചോരയാണെന്നോ ചേട്ടനാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പല സമയത്തും തോന്നിയിട്ടുണ്ട് ഒന്ന് കൊടുത്താലോ ഒന്ന്. പിന്നെ പ്രായം അതൊന്നുകൊണ്ട് മാത്രമേ അടങ്ങി പോകുന്നത്. ആ വാക്കിൽ നിന്നും മനസ്സിലായെന്ന് അവൻ്റെ മനസ്സിലെ നന്മ. ജയ്സ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ തനിയെ പോയി പറയേ, അതിനെന്തിനാ ഞാൻ? പിന്നെ അവളോട് ഞാൻ പറഞ്ഞേക്കാം നീ നല്ല പാവം ചെക്കനാണെന്ന്. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് മുന്നോട്ട് നടന്നു. പിന്നെ തിരിഞ്ഞു നിന്നു അവൾ. ആ തെണ്ടിക്കൊരു പണി കൊടുക്കാൻ എൻ്റെ കൂടെ നിൽക്കുമോ നീ? ഏളിയിൽ കൈകുത്തി അവളത് ചോദിച്ചതും ചിരിച്ചു പോയിരുന്നു അവൻ. പിന്നെ തള്ളവരുയർത്തി ഓക്കെ എന്ന് കാണിച്ചതും ചിരിച്ചു ഓടിപ്പോയിരുന്നു ജോലി. അവൾ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പാവുന്ന അർത്ഥത്തിൽ രണ്ട് കൈയും പിടിച്ച് മാറോട് കെട്ടിക്കൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എടാ ചേട്ടായി തെണ്ടി, കാത്തിരുന്നോ നിനക്കുള്ള മുട്ടം പണിക്കായി. എടി നീ വാ, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും സംശയം തോന്നും. തോട്ടിലെ വെള്ളത്തിൽ തുണിയലക്കി പിഴയുകയാണ് ജുവല്. മറ്റൊരു സൈഡിൽ ജാസ്മിനും ഉണ്ട്. ഞാനില്ല ജാസ്, എനിക്ക് ആ മുഖത്തേക്ക് പ്രണയത്തോടെ ഇല്ലാതെ നോക്കാൻ കഴിയില്ല. നീ ചെല്ല്, വേറെ പിള്ളേരെ കിട്ടിയെന്നല്ലേ പറഞ്ഞത്. എടി ഞാൻ പറഞ്ഞു നിന്നോട്, നീ ഒന്ന് കുമ്പസരിക്ക്, അല്ലെങ്കിൽ മനസ്സിലുള്ളത് തുറന്നു പറയ്. അതാ നല്ലത്. ആ ക്രിസ്റ്റിയുടെ വായിന്ന് അറിയാൻ ഇടവരരുത്. ഒന്ന് മൂളിക്കൊണ്ട് തുണി പിടിഞ്ഞ് ബക്കറ്റിലിട്ടു അവൾ. അല്ല അലക്കുവാണോ രണ്ടാളും? ശബ്ദം കേട്ട ഭാഗത്തേക്ക് രണ്ടുപേരും നോക്കി. ഒരു ഷോർട്സും ഹാഫ്ലിയും ബനിയനും ഇട്ട് ഇരു പോക്കിലും കൈയിട്ട് തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ജെയ്സൻ. അടുത്തേക്ക് നടന്നു വരുന്ന അവനെ കണ്ട ദേഷ്യം കൊണ്ട് മുഖം തിരിച്ചു ജാസ്മിൻ. അല്ല, ഈ തോട്ടിലെ വെള്ളം മുഴുവൻ വറ്റിക്കുവാ. എന്താ കൂടുന്നോ? ദേഷ്യത്തോടെ തുണി കല്ലിമേൽ വലിച്ചടിച്ചു ജാസ്മിൻ. കൊച്ചിന് എന്നതാ എന്നെ കാണുമ്പോൾ ഇത്രയും ദേഷ്യം? ചോദിച്ചൊരു കല്ലിലിരുന്നു അവൻ. ദേ ജുവലെ, ഈ സാധനത്തോട് പോകാൻ പറഞ്ഞേ. കാണുന്നത് ദേഷ്യം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിറകെ നടക്കരുതെന്ന്. ചേട്ടനും അനിയനും കൂടി ഇറങ്ങിയേക്കുവാ. വേറെ പെണ്ണുങ്ങളെ നോക്ക്. എടോ സത്യം, എനിക്ക് തന്നെ ഇഷ്ടമാണ്. പിന്നെ ചേട്ടായിയെ കാണുന്ന കണ്ണുകൊണ്ട് താൻ എന്നെ കാണരുത് പ്ലീസ്. ഇല്ല, തന്നെ കാണാൻ ഞാൻ വേറെ കണ്ണ് പിടിച്ച് ചെയ്യാം. ഓ തമാശ. ഞാൻ അങ്ങനെ കാണും. താനൊന്നും കണ്ണി ചോരില്ലാത്തവനാ. ദേ ഇവളാ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതും ആ തെണ്ടി നാറ് ചെറ്റ ഇവൾ അവിടെ കിടന്ന് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും ഒരിക്കലെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള താൻ എന്നെ എങ്ങനെ സ്നേഹിക്കും? താൻ എന്നെ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കും. നാളെ എന്നെ ആ തെണ്ടി കയറി പിടിച്ചാ നീ മിണ്ടാതിരിക്കും. അങ്ങനെ ഒരു പേരിനുള്ള കെട്ടിയവൻ എനിക്ക് വേണ്ട. ജാസ്മിൻ മതി, നിർത്ത്. പറഞ്ഞ് എങ്ങോട്ടാ നീ? ദേ ഇവളെ രക്ഷിക്കാൻ എൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അതിനുള്ള കഴിവും തന്നെയോടും കർത്താവ് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എത്ര നാൾ രക്ഷിക്കും? സ്വയം ഒരു കഴിവ് വേണം. പിന്നെ അവനുള്ള പണി അത് ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്നെ കെട്ടി കഴിയുമ്പോഴല്ലേ കൊച്ചേ ഇപ്പം നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പറയേ. അല്ല, എനിക്ക് ഇഷ്ടമല്ല. വെറുതെ എൻ്റെ പിറകിൽ നിന്നാണ് സമയം കളയണ്ട. ജുവലെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ ക്രിസ്റ്റിയല്ലെന്ന് നീ പറഞ്ഞ കേൾക്കും. അവളെ ദയനീയമായി നോക്കി ജെയ്സൺ. അവളൊന്നും പറയില്ല. അവളുടെ പ്രണയം തന്നെ പാതി വഴിയിൽ മുട്ടി നിൽക്കുക. അന്നേരമാണ് അബദ്ധമാണ് പറഞ്ഞെന്ന് ജാസ്മിനും മനസ്സിലായത്. അവൾ നാവ് കടിച്ചു. എന്നാ ജുവലിന് പ്രണയോ? അതാരാ? അവൻ്റെ കണ്ണ് വിടർന്നു. അതൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ജാസ്മിൻ. അത് കള്ളം. ഇവളെ നിൽപ്പ് കണ്ടാലറിയാം എന്തോണ്ടെന്ന്. പറ, ആരാ കക്ഷി? അത് പറഞ്ഞാലും നടക്കില്ല ജെയ്സ. പറഞ്ഞുകൊണ്ട് തുണി ബക്കറ്റിലാക്കി ജുവൽ. നീ പറയേ, എന്നിട്ടല്ലേ നടക്കോ ഇല്ലെന്ന് നോക്കുന്നത്? പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയവൻ. ഫാദർ ആൽബർട്ട് ഇമാനുവൽ, നമ്മുടെ പള്ളിയിലെ പുതിയ അച്ഛൻ, നടത്തി കൊടുക്കുമോ? എങ്കിലേ ഞാൻ സമ്മതിക്കാം.
ജാസ്മിൻ പറഞ്ഞത് കേട്ടതും ജുവലിന്റെ പിടുത്തം വിട്ടു ജെയ്സൺ. എന്നാ പറഞ്ഞത്? അച്ഛനോ? തമാശ പറയലട്ടോ. ആരെങ്കിലും അറിഞ്ഞാൽ നമ്മളെല്ലാവരും കുരിശ് തിറക്കും. എൻ്റെ ഈശോയെ എന്നും പറഞ്ഞുകൊണ്ട് കുരിശ് വരച്ച് മുത്തിയവൻ.